എന്റെ ശരീരത്തിന്മേൽ ഒരു വലിയ സൗഖ്യം നടക്കുന്നു. നിങ്ങളോട് തമിഴ് പറഞ്ഞെങ്കിലും അവര് തമിഴുമായിട്ട് എന്തെങ്കിലും കണക്റ്റാണ്. തമിഴാണ്. തമിഴ് ചോദിച്ചേ, ഇപ്പൊ സൗഖ്യമായി അറിയാൻ പറ്റുമെന്ന് ചോദിച്ചേ. അറിയാൻ പറ്റും. ഇവിടെ ഇരുന്നപ്പോഴും നിങ്ങൾക്ക് ഇതിനെ പറ്റി ഒരു ഐഡിയയും ഇല്ല. പക്ഷെ നിങ്ങള് യേശുവിനാണെങ്കിൽ നിങ്ങളുടെ ദൈവത്തെയാണ് ആരാധിച്ചുകൊണ്ടിരുന്നത്. ചോദിച്ചു അങ്ങനെയാണോ പ്രാർത്ഥിച്ചത്? യേശുവിനെ പറ്റി അറിയാവോ? 9 വയസ്സിൽ ആരാധനയ്ക്ക് പോയിട്ടുണ്ട്. പിന്നെ ഇപ്പോഴാണ് പോകുന്നത്. ഇടതുഭാഗവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ സൗഖ്യത്തിന്റെ കരം ഇപ്പോൾ ചലിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അവന്റെ അടിപ്പിടലുകളാണ്. ഇപ്പോൾ നിങ്ങളുടെ മേൽ സൗഖ്യം വരുന്നു. ജോലികൾ മാത്രമല്ല, നിന്റെ ഹൃദയത്തിനകത്ത് എന്തോ ഒരു ഭാരമാണ്. നിന്റെ ഹൃദയത്തിനകത്ത് ഇപ്പോൾ ഒരു ആശ്വാസം ലഭിക്കുന്നു. ഞാൻ കാണുന്ന സഹോദരി, ഇതിന് ഇപ്പോൾ നിന്റെ ഹൃദയത്തിനകത്ത് ഒരു വലിയ തണുപ്പ് അനുഭവപ്പെടുന്ന പോലെ. അവർക്ക് അങ്ങനൊരു സന്തോഷം ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഹൃദയത്തിനകത്ത് സന്തോഷമുണ്ട്, വിഷമമുണ്ട്. പക്ഷെ ഇവിടെ ഇരിക്കുമ്പോൾ ആരോ നിന്നെ സ്പർശിക്കുന്നത് പോലെ, ആരോ നിങ്ങളുടെ ആ ഭാരത്തെ എടുത്ത് മാറ്റുന്ന പോലെ തോന്നുന്നു. യേശുവെ എന്നെ ഒന്ന് തൊടണമേ, യേശുവെ എന്നെ സൗഖ്യമാക്കണമെന്ന് മാത്രം പ്രാർത്ഥിച്ചു. സഭ ഒരുമിച്ച് പലതരം വീട്ടിൽ പ്രാർത്ഥിച്ചു. കണ്ടുവന്നത് ആ സഹോദരിയുടെ തലയിൽ കൊണ്ട് കൈവച്ചു. കാണുന്നത് ആ സഹോദരിയുടെ മേൽ യേശുവിന്റെ കരം ചലിക്കും. അവളുടെ നടുവേദന യേശു സൗഖ്യമാക്കുന്നു. ഇവരെ കാല് ചവിട്ടി ഉറച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ ആ 2 വിഷയത്തിന് മേൽ യേശുവിന്റെ അത്ഭുത കരം ചലിക്കുന്നു. പിതാവേ, ഞങ്ങൾ സഭ ഒരുമിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. യേശുവിനാൽ പരിഹരിക്കാൻ കഴിയാത്ത ഒരു കാര്യങ്ങളുമില്ലല്ലോ. ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് ഇല്ല? എങ്ങനെ അറിയാം നടുവേദന മാറിയെന്ന്? ഇരിക്കുമ്പോൾ എല്ലാവരും എന്തൊരു വേദന ഉണ്ടായിരുന്നു. യേശുവിന്റെ ചൂണ്ടും ഇരുന്നിട്ട് എഴുതിയില്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഈ കാലിന് എന്താണ് പ്രശ്നം? ഓടിക്കാൻ പറ്റുമോ? ഉറപ്പാണ്. ഓടിയ ഈ ഇത് കൂടെ വന്നാരാ? ഈ പറയുന്നത് സത്യമാണോ? ചെറുതിലെ ഉണ്ടായിരുന്ന ഈ മുട്ടിന് ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. ഇരുന്നിട്ട് എഴുതേക്കാൻ പറ്റത്തില്ലായിരുന്നു. കുഴപ്പമില്ല. എത്ര വർഷമായിട്ടുണ്ടായിരുന്നു? 10 വർഷം.
10 വർഷമായിട്ട് എനിക്ക് ഇരിക്കാനോ നിൽക്കാനോ അല്ലെങ്കിൽ സ്റ്റെയർ ഒന്നും ഓടിക്കാനോ കഴിയത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ പ്രാർത്ഥിച്ചു, കർത്താവ് പൂർണ്ണ സൗഖ്യമാക്കി എന്ന് പറയുന്നത്. മുട്ട് മാത്രമല്ല, നടുവും ഇവർക്ക് സന്തോഷമുണ്ട്. ആരംഭത്തിൽ ആദ്യമായി വന്നവരാ. കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, സൗഖ്യം നിലനിൽക്കട്ടെ. ജീസസ് നെയിം. ആമേൻ. ഹല്ലേലൂയ.